ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗിർ എന്ന മലയാളം മൂവിയാണ്. തന്റെ ധൈര്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് മൃഗശാലയിലെ സിംഹത്തിന്റെ കൂട്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്ന നായകൻ. പിന്നെ അവിടെ നടക്കുന്ന രസകരമായ സംഭവങ്ങളാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ന്യൂസിലെങ്ങും തന്നെ നമ്മുടെ നായകനായ റെജിമോനെ കാണാനില്ല എന്നുള്ള വാർത്തയാണ്. ഹോസ്പിറ്റലിൽ നിന്നാണ് അവൻ മിസ്സായിരിക്കുന്നത്. റെജിമോന്റെ തിരോധാനം ദുരഭിമാന കൊലയാണോ എന്നുള്ളതാണ് ചാനലിൽ ചർച്ച നടക്കുന്നത്. രാഷ്ട്രീയക്കാരനായ ഇരവിക്കുട്ടി പിള്ളയുടെ മകളുമായിട്ട് റെജിമോന് ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ബന്ധത്തെ എതിർക്കുന്ന അയാള് റെജിമോനെ കടത്തിയതാകാമെന്നും കൊന്നതാകാമെന്നും ഒക്കെയാണ് ന്യൂസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നേമത്തെ സ്ഥാനാർത്ഥിയായിട്ട് ഇരവിക്കുട്ടിപ്പിള്ളയെ നിശ്ചയിക്കാൻ ഇരിക്കുകയായിരുന്നു. എന്നാൽ ഈ വാർത്തകൾ വന്നതോടെ പാർട്ടി ആ തീരുമാനം തന്നെ മാറ്റുന്നു. ഇരവിയെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു എന്നാണ് അവർ പറയാൻ തുടങ്ങിയത്. ഇത് കേട്ട് ഇരവിക്കുട്ടിപ്പിള്ളയും ഞെട്ടുന്നുണ്ട്. ഇനിയാണ് ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി കാണിക്കുന്നത്. നായകനായ റെജിമോനും അവന്റെ കൂട്ടുകാരൻ അനസും രജിസ്റ്റർ ഓഫീസിലേക്ക് വരികയാണ്. റെജിമോൻ താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കോള് ചെയ്യുന്നുണ്ട്. അവളുടെ പേര് രചന എന്നാണ്. ഈ ഇരവിക്കുട്ടി പിള്ളയുടെ മകളാണ് രചന. എത്ര വിളിച്ചിട്ടും അവൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇന്നവരുടെ രജിസ്റ്റർ മാരേജ് നടക്കാനിരിക്കുകയായിരുന്നു. റെജിമോൻ ആകെ ടെൻഷനിലായി. അതേസമയം മറ്റൊരിടത്ത് അടുത്ത നായകനെ കാണിക്കുന്നു. അയാളുടെ പേര് ഹരിദാസ് എന്നാണ്. മൃഗശാലയിലെ സെക്യൂരിറ്റി ഓഫീസറാണ് ഹരിദാസ്. അയാളുടെ വൈഫിന്റെ പേര് മൃദുല. അവർ തമ്മിൽ അത്ര രസത്തിലല്ല. രണ്ടുപേരും ഒരുമിച്ച് PSC പഠിച്ചവരാണ്. PSC പഠനത്തിനിടയ്ക്ക് പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തവർ. എന്നാൽ ഹരിദാസിന് ആദ്യം ജോലി കിട്ടി. ഹരിദാസിനെ വിവാഹം കഴിച്ച ശേഷം മൃദുലയ്ക്ക് പഠനത്തിലൊന്നും വലുതായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിച്ചില്ല. അത് കാരണം അവൾക്ക് ജോലിയും കിട്ടിയില്ല. ആ ദേഷ്യം ഇന്നും അവൾക്ക് ഹരിദാസിനോടുണ്ട്. അവർക്കിടയിലെ ഏറ്റവും വലിയ ഈഗോയും അതുതന്നെയായിരുന്നു. പലതവണ കൗൺസിലിംഗിന് വിധേയരായെങ്കിലും രണ്ടുപേർക്കിടയിലെ പ്രശ്നങ്ങൾക്കൊന്നും ഒരു മാറ്റവുമില്ലായിരുന്നു. അന്നത്തെ ദിവസം മൃദുലയുടെ സഹോദരന് ഒരു പെണ്ണ് കാണാൻ പോകണം. അതുകൊണ്ട് മൃഗശാലയിൽ പോയി ഒപ്പിട്ടിട്ട് തിരിച്ചു വരണമെന്ന് ഹരിദാസിനോട് മൃദുല പറയുന്നുണ്ട്. താൻ പോയി സൈൻ ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടാണ് ഹരിദാസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതേ ടൈമിൽ ഇവിടെ റെജിമോനും അനസും ബാറിലിരുന്ന് മദ്യപിക്കുകയാണ്. രചനയെ വിളിച്ചിട്ട് കിട്ടിയതുമില്ല, അവരുടെ വിവാഹം നടന്നതുമില്ല. അവള് തന്നെ തേച്ചു എന്ന് തന്നെ റെജിമോൻ വിശ്വസിക്കുന്നു. റെജി ബാറിലിരുന്നു കൊണ്ട് രചനയുമായിട്ട് അവൻ കണ്ടുമുട്ടിയ കാര്യങ്ങളും അവർ ഒരുമിച്ച് പ്രണയിച്ചു നടന്ന നിമിഷങ്ങളെക്കുറിച്ചും എല്ലാം തന്നെ ആലോചിക്കുന്നു. റെജിമോനും കുടുംബത്തിനും പുട്ടുപൊടി ഉൾപ്പെടെയുള്ള പൊടികൾ ഉണ്ടാക്കുന്ന ബിസിനസ് ആയിരുന്നു. അതിന്റെ പരസ്യത്തിന് മോഡലാകാനാണ് രചന അവിടെ വന്നത്. അങ്ങനെ ആ പരിചയം പ്രണയമായി മാറുകയായിരുന്നു. ഒരു ദിവസം രചന റെജിമോനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അച്ഛൻ എന്തൊക്കെയോ ഡൗട്ട് ഉള്ള പോലെ തനിക്ക് തോന്നുന്നു. എന്നിട്ട് അവൾ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോ അച്ഛൻ പറയുന്നുണ്ട് ഞാൻ തന്നെ നിന്നെ യൂണിവേഴ്സിറ്റി കൊണ്ടുവിടാമെന്ന്. എന്നിട്ട് അവളെയും കൂട്ടിയാണ് അയാൾ പോകുന്നത്. പോകുന്ന വഴിക്ക് അയാളുടെ ഒരു താവളത്തിലേക്ക് വണ്ടി കയറ്റുന്നുണ്ട്. അവിടെ അയാളും അയാളുടെ ആൾക്കാരും ചേർന്നിട്ട് ഒരാളെ ക്രൂരമായി മർദ്ദിക്കുന്നത് രചന കാണുന്നുണ്ട്. തന്റെ അച്ഛൻ താൻ വിചാരിച്ചതിനേക്കാളും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ആളാണെന്ന് അവൾക്ക് മനസ്സിലായി. അയാൾ അവിടെ നിന്നും അവളെ കൊണ്ടുപോയി യൂണിവേഴ്സിറ്റിയിലാക്കുന്നുണ്ട്. എന്നാൽ യൂണിവേഴ്സിറ്റിയിൽ ഇറങ്ങിയ അവളാകട്ടെ നേരെ ഓട്ടോ വിളിച്ച് തിരുവനന്തപുരം സൂവിലേക്കാണ് പോകുന്നത്. റെജിമോനും അവളും സ്ഥിരമായിട്ട് കാണുന്നത് സൂവിൽ വെച്ചായിരുന്നു. നമ്മുടെ കാര്യം വീട്ടിൽ പറഞ്ഞാൽ അച്ഛൻ എന്തായാലും സമ്മതിക്കില്ല എന്ന് അവള് പറയുന്നു. എന്നാൽ റെജിമോൻ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല, നിന്റെ അച്ഛന്റെ മുൻപിൽ വന്ന് നിന്ന് ധൈര്യമായിട്ട് നെഞ്ചും വിരിച്ച് ഞാൻ പെണ്ണു ചോദിക്കുമെന്ന്. ഇത് കേട്ട് രചന ചിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നീ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അച്ഛനും ചേട്ടനും കൂടെ നിന്നെ തേച്ചൊട്ടിക്കും. അവരുടെ മുൻപിൽ പോയി നിന്ന് പെണ്ണു ചോദിക്കാനുള്ള ധൈര്യമൊന്നും നിനക്കില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് രചന കണ്ടുപിടിച്ച ഒരു വഴിയായിരുന്നു ഈ രജിസ്റ്റർ മാരേജ്. നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് ഒളിച്ചോടുന്നു. ഇലക്ഷനൊക്കെ ആയത് കാരണം അച്ഛൻ അപ്പോഴൊന്നും പ്രശ്നമുണ്ടാക്കില്ല. എല്ലാം കെട്ടടങ്ങി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു വരാം. ആ പ്ലാനിംഗ് പ്രകാരമാണ് അവൻ ഇന്ന് രജിസ്റ്റർ ഓഫീസിലേക്ക് വന്നത്. എന്നാൽ അവളൊട്ട് വന്നതുമില്ല. എനിക്ക് ധൈര്യമില്ല, ഞാൻ ശക്തനല്ല എന്ന് പറഞ്ഞവളാണ്. അവൾക്ക് ഞാൻ എന്റെ ധൈര്യം തെളിയിച്ചു കൊടുക്കുമെന്ന് തന്നെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റെജിമോൻ നല്ല ഫിറ്റ് ആയിരുന്നു. ഇവിടെ മൃഗശാലയിൽ ഒപ്പിട്ടിട്ട് പോകാൻ വേണ്ടി ഹരിദാസ് എത്തിയപ്പോൾ അവിടുത്തെ സൂപ്രണ്ട് അവനോട് പറയുന്നുണ്ട് നിനക്ക് സസ്പെൻഷൻ ആണെന്ന്. കാര്യം തിരക്കുമ്പോഴാണ് അവർ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന 2 ഗാർഡ്സ് ആകട്ടെ ദർശൻ എന്ന സിംഹത്തിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഇറച്ചി വീട്ടിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നു. കുറച്ച് ഇറച്ചി മാത്രമാണ് സിംഹത്തിന് കൊടുക്കുന്നത്. ബാക്കി വരുന്ന കുറച്ച് ഇറച്ചിയിൽ മണ്ണെണ്ണ തേച്ച് ആ കൂട്ടിലിട്ടേക്കും. സ്മെല്ല് കാരണം സിംഹം കഴിക്കില്ല. അതുകൊണ്ട് വരുന്നവരെ നോക്കുമ്പോൾ സിംഹത്തിന് ആഹാരം കൊടുത്തു എന്ന് തന്നെ വിചാരിക്കും. ഗാർഡ്സിന്റെ ഈ തിരിമറി സെക്യൂരിറ്റി ഓഫീസറിന് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ് അയാളെ സസ്പെൻഡ് ചെയ്യുന്നത്. തന്നെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിത്തരണമെന്ന് അവൻ സൂപ്രണ്ടിനോട് പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും നടക്കില്ല എന്ന് സൂപ്രണ്ട് പറയുന്നു. തൽക്കാലം ഞാൻ എന്തായാലും ഇന്ന് ഒപ്പിട്ടിട്ട് പോകുകയെന്ന് പറഞ്ഞിട്ട് അയാൾ ഒപ്പിട്ടിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. മദ്യപിച്ച് ലെക്ക് കെട്ട റെജിമോനെയും കൊണ്ട് അനസ് വണ്ടിയും എടുത്തുകൊണ്ട് വരികയാണ്. വഴിയിൽ പോലീസ് ചെക്കിങ് കണ്ടിട്ട് അവൻ സൂവിന്റെ അടുത്തേക്ക് വണ്ടി നിർത്തുന്നു. ലസ്സിയും ഐസ്ക്രീമും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അനസ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അവൻ തിരിച്ചു വന്ന് നോക്കുമ്പോൾ റെജിമോൻ അവിടെ ഉണ്ടായിരുന്നില്ല. റെജിമോൻ ആകട്ടെ സൂവിനുള്ളിലേക്ക് കയറിപ്പോയിരുന്നു.
അതേസമയം വീട്ടില് മൃദുലയും അച്ഛനും സഹോദരനും പെണ്ണ് കാണാൻ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അവൾ ഹരിദാസിനെ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ എവിടെയാണെന്ന്. അരമണിക്കൂറിനകം താൻ വരുമെന്ന് പറഞ്ഞിട്ട് ഹരിദാസ് ഫോൺ കട്ട് ചെയ്യുന്നു. അരമണിക്കൂർ ഇനിയും വെയിറ്റ് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ മൃദുലയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങി. സൂവിലേക്ക് കയറി റെജിമോനാകട്ടെ അവിടെ ഇരുന്ന ഒരു ഗർലയോട് എന്തൊക്കെയോ ചീത്ത പറയുന്നു. എന്നിട്ട് ദേഷ്യം വന്നിട്ട് അവന്റെ ഫോൺ എടുത്ത് എറിഞ്ഞു പൊട്ടിക്കുകയും ചെയ്യുകയാണ്. വീട്ടിലേക്ക് പോകാൻ റെഡിയാവുകയായിരുന്നു ഹരിദാസ്. പെട്ടെന്ന് 2 ഗാർഡ്സും വന്നിട്ട് അവനെ വിളിക്കുന്നുണ്ട്. അവിടെ വലിയ പ്രശ്നം നടക്കുകയാണ്, അങ്ങോട്ട് വരാൻ പറയുന്നു. റെജിമോനെ അന്വേഷിച്ച് അനസും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സിംഹത്തിന്റെ കൂടിന് ചുറ്റും ആൾക്കാർ കൂടി നിൽക്കുന്നു. ഹരിദാസും അവിടേക്ക് ഓടി ചെല്ലുന്നു. അപ്പോഴാണ് ആ കാഴ്ച അവർ കാണുന്നത്. റെജിമോൻ ആ സിംഹത്തിന്റെ കൂട്ടിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. വലിയൊരു കേജിനുള്ളിൽ ഒരു ഗുഹയുണ്ട്. അതിനുള്ളിലാണ് ദർശൻ എന്ന സിംഹം കിടക്കുന്നത്. റെജിമോൻ ആ സിംഹത്തെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാൻ അവന് ധൈര്യമില്ല എന്ന് രചന പറഞ്ഞിരുന്നല്ലോ. എന്നാൽ തനിക്ക് നല്ല ധൈര്യമുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് കുടിച്ചു ബോധമില്ലാതെ അവൻ ഈ സിംഹക്കൂട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഹരിദാസും സൂപ്രണ്ടും എല്ലാം ആകെ ടെൻഷനിലായി. എത്രയും പെട്ടെന്ന് പോയി ഏണി എടുത്തിട്ട് വരാൻ ഗാർഡ്സിനോട് അയാൾ പറയുന്നു. ആ സിംഹം ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയ വലിയ പ്രശ്നമാണ്. അതിനു മുൻപ് റെജിമോനെ അവർക്ക് പുറത്തെത്തിച്ചേ പറ്റൂ. അവർ ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുന്നുണ്ട്. മാത്രമല്ല സൂവിലെ വെറ്റിനറി ഡോക്ടർ കുരുവിളയും വിളിച്ച് കാര്യം അറിയിക്കുന്നു. റെജി ഈ കൂടിനുള്ളിലാണെന്ന് മനസ്സിലാക്കിയ അനസ് ആകെ ടെൻഷനിലായിരുന്നു. റെജിയോട് പുറത്തേക്ക് വരാൻ അവൻ പറഞ്ഞെങ്കിലും റെജി ആരും പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ വേറെ വഴിയില്ലാതെ ഏണി വഴി ഹരിദാസും ആ 2 ഗാർഡുമാരും ഉള്ളിലേക്ക് ഇറങ്ങുന്നു. റെജിമോനെ ഒരു തരത്തിൽ പിടിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ റെജി ആകട്ടെ അവിടെ കിടന്ന് ഓടുകയാണ്. ഇവർ റെജിമോന്റെ പിറകെയും. പുറത്ത് ഈ ബഹളമെല്ലാം നടക്കുന്ന കേട്ടിട്ട് ആ ദർശൻ എന്ന സിംഹം ഗുഹയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. സിംഹത്തെ കണ്ടതും 2 ഗാർഡുമാരും ഇങ്ങോട്ടേക്ക് വന്ന ഏണി വഴി തന്നെ തിരിച്ചു കയറി പോകുന്നു. ഹരിദാസിനെ അവർ തിരിച്ചു വിളിക്കുന്നുണ്ട്. സിംഹത്തെ കണ്ട പേടിച്ച ഹരിദാസും ആ ഏണി വഴി മുകളിലേക്ക് കയറാൻ തുടങ്ങുന്നതും ഏണി ഒടിഞ്ഞു താഴെ വീഴുന്നു. സിംഹം ഇവരുടെ തൊട്ടു മുൻപിൽ നിൽക്കുകയാണ്. റെജിയാകിട്ട സിംഹത്തിന്റെ തൊട്ടടുത്തേക്ക് പോകാൻ തുടങ്ങിയതും എങ്ങനെയൊക്കെയോ ഹരിദാസ് അവനെ പിടിച്ചു നിർത്തുന്നു. ഹരിദാസ് പറയുന്നുണ്ട് ദർശന് വിശപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ കാര്യം പോക്കാണെന്ന്. അതുകൊണ്ട് ഇവിടുന്ന് പുറത്ത് കിടക്കുന്നതാ നല്ലതെന്ന്. എന്നാൽ ഇതൊന്നും കേൾക്കാൻ റെജിമോൻ തയ്യാറല്ലായിരുന്നു. ഇവർ ഈ ബഹളം ഉണ്ടാക്കുന്നതൊക്കെ നോക്കിക്കൊണ്ട് കുറച്ചു നേരം സിംഹം അവിടെ തന്നെ നിന്നു. പിന്നെ പോയി കുറച്ച് വെള്ളം കുടിക്കുന്നു. അപ്പോഴേക്ക് ഫയർഫോഴ്സ് വന്നിരുന്നു. എന്നാൽ അവരുടെ വണ്ടി ആ സൂവിന്റെ കവാടം കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല. അതവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. വെറ്റിനറി ഡോക്ടർ കുരുവിള കൂടി അവിടേക്ക് വരുന്നു. സിംഹത്തിനെ മയക്കുപിടി വെക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നെടുക്കുകയായിരുന്നു അയാൾ. എന്നാൽ അപ്പോഴാണ് ആ സത്യം അവർ മനസ്സിലാക്കുന്നത്. മരുന്ന് സ്റ്റോക്കില്ല. ഇത് പുറത്തെറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് താൻ ഇന്ന് ലീവാണെന്നും ഞാനിവിടെ വന്നിട്ടേ ഇല്ല എന്ന് സൂപ്രണ്ട് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞിട്ട് കുരുവിള അവിടെ നിന്നും തടി തപ്പുന്നു. ഇവിടെ ഫയർഫോഴ്സിന്റെ വണ്ടി ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത കാരണം ആ കവാടത്തിന്റെ കുറച്ച് ഭാഗം പൊളിച്ചേ പറ്റുമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ആ കവാടത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. സൂ ആൻഡ് മ്യൂസിയം കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റായ ഒരു വ്യക്തിയുടെ പ്രതിമയാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് പൊളിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്യൂ ആകും. എന്നാൽ അയാളുടെ ആ തലയ്ക്ക് ഒന്നും പറ്റില്ല എന്നും അല്ലാതെ തന്നെ ഞങ്ങൾ കുറച്ചു ഭാഗം ഇടിച്ചിട്ട് വണ്ടി ഉള്ളിലേക്ക് കയറ്റാമെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നു. നിങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നു സൂപ്രണ്ട് പറയുകയാണ്. അവിടെ ഹരിദാസ് എത്ര ശ്രമിച്ചിട്ടും റെജി പുറത്തേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല. അപ്പോഴേക്കും ന്യൂസ് ചാനൽസ് എല്ലാം തന്നെ അവിടെ വന്നിരുന്നു. ടിവിയിലെല്ലാം തന്നെ ഇതാണ് വാർത്ത. മൃദുല വീണ്ടും ഹരിദാസിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ പിടിവലിക്കിടെ ഹരിദാസിന്റെ ഫോൺ താഴെ വീണു പോയിരുന്നു. അതാ സിംഹത്തിന്റെ മുന്നിലാണ് കിടക്കുന്നത്. ബെല്ലടിക്കുന്ന കേട്ടിട്ട് സിംഹം ശക്തിയായിട്ട് ആ ഫോണിന്റെ മുകളിലേക്ക് കാലെടുത്ത് വെക്കുന്നു. അതോടുകൂടി മൃദുലയുടെ കോള് കട്ടാവുകയും ചെയ്യുന്നു. ഹരിദാസ് ആണ് കോള് കട്ട് ചെയ്തതെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഇനി അയാളെ നോക്കി നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ 3 പേരും കൂടി ചടങ്ങിന് വേണ്ടി ഇറങ്ങുന്നു. അതേസമയം രചനയെ നമ്മളെ കാണിക്കുന്നു. അവളുടെ ഫോണെല്ലാം വീട്ടുകാർ വാങ്ങി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൾക്ക് റെജിയെ വിളിക്കാൻ കഴിയാത്തത്. ഇന്നവളെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടർ വരുന്നുണ്ട്. അത് മറ്റാരുമായിരുന്നില്ല, മൃദുലയും അവളുടെ സഹോദരനുമായിരുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് വന്നിട്ട് ഒരു കയറിട്ട് കെട്ടിവലിച്ച് റെജിമോനെ അവിടെ നിന്നും പുറത്തെത്തിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ റെജിമോൻ അതിൽ നിന്നെല്ലാം നൈസായിട്ട് ഊരിപ്പോവുകയാണ്. അപ്പോഴേക്കും മൃദുലയും സഹോദരനും രചനയുടെ വീട്ടിലെത്തിയിരുന്നു. വേറെ നിവൃത്തിയില്ലാതെ വീട്ടുകാരുടെ നിർബന്ധം കാരണം രചനയ്ക്ക് അവരുടെ മുൻപിലേക്ക് ചായയുമായിട്ട് വരേണ്ടി വരുന്നു. മൃദുലയുടെ സഹോദരനെയും രചനയും സംസാരിക്കാൻ വേണ്ടി അവർ ബാൽക്കണിയിലേക്ക് വിടുന്നു. ആ സമയത്ത് അയാളുടെ കയ്യിൽ നിന്നും അവൾ നൈസായിട്ട് ഫോൺ വാങ്ങി റെജിയെ വിളിക്കുന്നുണ്ട്. എന്നാൽ റെജി നേരത്തെ ദേഷ്യത്തില് ഫോണെറിഞ്ഞ് പൊട്ടിച്ച കാരണം അവനെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് കാരണം അവൾ അനസിനെ ഫോൺ ചെയ്യുന്നു. അനസ് പറയുന്നുണ്ട് നീ ടി വി വെച്ച് നോക്ക്, അപ്പൊ എല്ലാം മനസ്സിലാകുമെന്ന്. അവൾ ടി വി വെച്ചതും റെജിമോൻ ഈ സിംഹക്കൂട്ടിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പേടിച്ചുപോയ അവളാകട്ടെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും തന്റെ വണ്ടി എടുത്ത് പുറത്തേക്ക് പോകുന്നു. വീട്ടുകാർക്ക് എന്താ കാര്യമെന്ന് മനസ്സിലായില്ല. അവളുടെ അച്ഛനും അവളുടെ പിറകെ തന്നെ വെച്ച് പിടിക്കുന്നുണ്ട്. മൃദുലയും അപ്പോഴാണ് ന്യൂസ്
ന്യൂസ് ശ്രദ്ധിക്കുന്നത്. റെജിയുടെ കൂടെ തന്റെ ഹസ്ബൻഡ് ഹരിദാസും ആ കൂട്ടിലുണ്ടെന്ന് മനസ്സിലായതോടുകൂടി അവളും ആകെ ടെൻഷനിലായി. അവരും പെട്ടെന്ന് വണ്ടിയെടുത്ത് സൂവിലേക്ക് പോകുന്നു. റെജിമോന്റെ വീട്ടുകാരും അപ്പോഴാണ് വിവരങ്ങൾ അറിയുന്നത്. അവരും വണ്ടി വിളിച്ച് അവിടേക്ക് പോകുന്നു. സൂപ്രണ്ടിന് പലയിടത്തു നിന്നും ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും റെജിമോനെ പുറത്തെത്തിച്ചേ പറ്റൂ. ഇപ്പോൾ ഹരിദാസും കൂടി ഉള്ളിൽ പെട്ടിരിക്കുകയാണ്. അതേസമയം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാകട്ടെ ആ കവാടം പൊളിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആ പ്രതിമയും കൂടി പൊളിച്ച് താഴെയിടുന്നു. അതും വലിയ തലവേദനയായി മാറുകയാണ്. സൂപ്രണ്ടും കൂട്ടരും പെട്ടെന്ന് തന്നെ മയക്കുവെടി വെക്കുന്ന ആളെ വിളിക്കുന്നു. അയാളുടെ പേര് തമ്പി എന്നായിരുന്നു. ഹരിദാസ് അപ്പോഴും റെജിയെ പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അത്രയും നേരം അടങ്ങിക്കിടന്ന സിംഹം പതിയെ എഴുന്നേറ്റ് വരുന്നു. അവരെ രണ്ടുപേരെ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. സിംഹം അടുത്തേക്ക് വന്നതും റെജി അതിന്റെ മുൻപിലേക്ക് ചാടാൻ ശ്രമിക്കുകയായിരുന്നു. ഹരിദാസ് അവനെ വട്ടമിട്ട് പിടിക്കുന്നുണ്ട്. അതിനിടെ സിംഹം റെജിയെ ആക്രമിക്കുകയും അവന്റെ നെഞ്ചില് സിംഹത്തിന്റെ നഖം കൊണ്ടിട്ട് വലിയൊരു മുറിവ് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. രജനിയും മൃദുലയും എല്ലാം തന്നെ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും വലിയ ടെൻഷനിലാണ്. ഹരിദാസ് എങ്ങനെയൊക്കെയോ റെജിയും കൂട്ടി ഒരു മരത്തിന്റെ സൈഡിലേക്ക് ഒളിച്ചു നിൽക്കുന്നു. സിംഹത്തിന്റെ നഖം കൊണ്ട് തന്റെ നെഞ്ചിലൊരു മുറിവുണ്ടായി കഴിഞ്ഞപ്പോഴാണ് റെജിക്ക് ബോധം തിരിച്ചു കിട്ടുന്നത്. കുടിച്ച് ബോധമില്ലാതെ താൻ വലിയൊരു മണ്ടത്തരമാണ് കാണിച്ചതെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുന്നത് തന്നെ അപ്പോഴായിരുന്നു. പിന്നീട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്തു കടന്നാൽ മതി എന്നൊരു ചിന്തയായിരുന്നു അവർക്ക്. അപ്പോഴേക്കും മയക്കുവെടി വെക്കാൻ വേണ്ടി തമ്പി അവിടേക്ക് എത്തിച്ചേർന്നു. അയാൾ ഉന്നം പിടിച്ചു നിൽക്കുകയാണ്. സിംഹം ഇവരെ രണ്ടുപേരെ ആക്രമിക്കാനും തുനിഞ്ഞു നിൽക്കുന്നു. എന്നാൽ വെടിവെക്കുന്നിടെ അയാളുടെ കൈവിറയ്ക്കുകയും ആ മയക്കുമരുന്ന് നേരെ പോയി കൊള്ളുന്നത് നമ്മുടെ ഹരിദാസിന്റെ ദേഹത്തുമായിരുന്നു. ഹരിദാസിന്റെ ബോധം പോകുന്നു. ആകെ പ്രശ്നമായി. റെജി എങ്ങനെയൊക്കെയോ ഹരിദാസിനെ വലിച്ചുകൊണ്ട് സിംഹത്തിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴാണ് സൂപ്രണ്ടിനോട് മറ്റുള്ളവർ പറയുന്നത് ഈ തമ്പിക്ക് 3 അടിച്ചെങ്കിൽ മാത്രമേ കൈ വിറയ്ക്കാതെ ഷൂട്ട് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മദ്യം സംഘടിപ്പിച്ചേ പറ്റൂ. അങ്ങനെ പോലീസുകാരും മദ്യം വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇത്രയും നേരം റെജിയെ പിടിച്ചുകൊണ്ട് ഹരിദാസ് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ പാതിബോധത്തിൽ പിച്ചുമ്പയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഹരിദാസിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ് റെജി. സിംഹം അവരുടെ നേരെ വീണ്ടും വരുന്നു. അപ്പോഴേക്കും 3 പെഗ് അടിച്ചിട്ട് തമ്പി അവിടേക്ക് വന്നിരുന്നു. ഇത്തവണ അയാളുടെ ഉന്നം തെറ്റിയില്ല. സിംഹത്തിന്റെ ശരീരത്തിൽ തന്നെ ആ മയക്കുവെടി കൊള്ളുകയും ദർശൻ എന്ന സിംഹം അവിടെ മയങ്ങി വീഴുകയും ചെയ്യുന്നു. അങ്ങനെ മിഷൻ സക്സസ് ആയി. റെജിയും ഹരിദാസിനെയും അവർ പുറത്തെത്തിക്കുന്നു. ഹരിദാസിന്റെ അവസ്ഥ കണ്ടിട്ട് ശരിക്കും മൃദുലയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പുറത്തേക്കിറങ്ങിയ റെജിയെ എല്ലാവരും വഴക്ക് പറയുകയും ചീത്ത പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. രജനയുടെ അച്ഛനും അവിടെ ഉണ്ടായിരുന്നു. റെജിയെ ആംബുലൻസിലേക്ക് കയറ്റിയതും അച്ഛനെ പോലും വകവയ്ക്കാതെ രജന ആംബുലൻസിനുള്ളിലേക്ക് കയറി പോകുന്നു. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഇനി അച്ഛൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് അവൾ പറയുന്നു. വേറെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ. അതിനിടെ അവളുടെ അച്ഛന്റെ ആൾക്കാരാകട്ടെ അനസിനെ പിടികൂടിയിരുന്നു. അവനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അടുത്തതായിട്ട് ആ റെജിയെ ഞങ്ങൾ പൊക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവർ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഹരിദാസിന് അപ്പോഴും പൂർണ്ണബോധം തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അയാൾ എന്തൊക്കെയോ പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥ കണ്ടതും മൃദുലയ്ക്ക് അയാളോടുള്ള യഥാർത്ഥ പ്രണയം പുറത്തേക്ക് വരുന്നു. അവൾ ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിക്കുന്നു. അത്രയും കാലം അയാളുമായിട്ട് വഴക്കിട്ടതെല്ലാം വെറുതെയായിരുന്നു. ഹരിദാസിന് മൃദുലയും മൃദുലയ്ക്ക് ഹരിദാസിനെയും ഒരുപാട് ഇഷ്ടമായിരുന്നു. അവർക്കിടയിലെ പ്രശ്നങ്ങളെല്ലാം അവിടെ തീരുന്നു. അപ്പോഴാണ് അടുത്ത പ്രശ്നം. ഹോസ്പിറ്റലിൽ നിന്നും റെജിയെ കാണാതായിരിക്കുന്നു. എല്ലായിടത്തും ആൾക്കാർ റെജിയെ അന്വേഷിക്കുന്നു. എവിടെയും തന്നെ കാണുന്നില്ല. ഇതാണ് മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്ന സീൻ. റെജിയെ ഇരവിക്കുട്ടിപ്പിള്ള കടത്തിയതാണെന്നും ഇത് ദുരഭിമാന കൊലയാണെന്നും ഒക്കെ ചാനലിൽ വൻ ചർച്ച നടക്കുകയാണ്. അത് കാരണം ഇരവിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാകുമോ എന്നുള്ള സ്ഥിതിയിൽ വന്നു നിൽക്കുകയാണ്. റെജിയെ കടത്തിക്കൊണ്ടുപോയത് അച്ഛൻ തന്നെ ആയിരിക്കുമെന്ന് രചന പറയുന്നു. ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുപോയി ഉപദ്രവിക്കുന്നത് ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ ഇത് സ്ഥിരം പണിയാണെന്നും അവള് പറയുന്നു. അയാൾ ആകെ ടെൻഷൻ അടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. റെജി എവിടെ പോയെന്ന് ശരിക്കും അയാൾക്കും അറിയില്ലായിരുന്നു. അയാൾ പോയി തന്റെ ഗുണ്ടകളോട് ചോദിക്കുന്നുണ്ട് റെജിയെ നിങ്ങളാണോ കടത്തിയതെന്ന്. എന്നാൽ റെജി എവിടെയാണെന്ന് തങ്ങൾക്കും അറിയില്ല എന്നാണ് അവര് പറയുന്നത്. യഥാർത്ഥത്തിൽ റെജിയെ ആരും കടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇത് രജനിയും റെജിയും തമ്മിലുള്ള പ്ലാൻ ആയിരുന്നു. അവർ നേരെ രജനയുടെ അച്ഛന്റെ ആ താവളത്തിലേക്ക് വരുന്നു. ഇങ്ങനെ ഒരു കളി കളിച്ച് ന്യൂസിലെല്ലാം തന്നെ ഇത് ചർച്ചയായി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഇരവി തന്നെ ഉപദ്രവിക്കാൻ വരില്ല എന്ന് റെജിക്കറിയാം. അവരുടെ വിവാഹവും നടത്തിക്കൊടുക്കും. റെജിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇരവിക്കും സമാധാനമായത്. അല്ലെങ്കിൽ അയാളുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതായേനെ. അതുകൊണ്ട് ഇനി അവരുമായിട്ടൊരു പ്രശ്നത്തിന് നിൽക്കാതെ അവരുടെ വിവാഹം നടത്തിക്കൊടുക്കാൻ തന്നെയാണ് ഇരവി തീരുമാനിക്കുന്നത്. പിന്നീട് ഇവരുടെ വിവാഹ ചടങ്ങെല്ലാം തന്നെ ഒരു പാട്ടിലൂടെയാണ് കാണിക്കുന്നത്. കുറച്ചു ദിവസം കഴിയുമ്പോൾ വീണ്ടും ന്യൂസിൽ കാണിക്കുന്നുണ്ട് ആ മൃഗശാലയിൽ നിന്നും ദർശൻ എന്ന സിംഹത്തെ ഗ്വാളിയറുള്ള ഒരു സൂവിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടുത്തെ ഒരു പെൺസിംഹവുമായിട്ട് മേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടി ദർശനെ വണ്ടിയിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ഈ കാഴ്ച കാണാൻ ഒരുപാട് പേർ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഹരിദാസും റെജിയും രജനയും മൃദുലയും ഉണ്ടായിരുന്നു. അവർ 4 പേരും ഒരുമിച്ച് ദർശന്റെ അടുത്ത് നിന്ന് ഒരു സെൽഫിയും എടുക്കുന്നുണ്ട്. അവിടെയാണ് ഈ മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.